ഗ്ലാമി ഗംഗയുടെ മുതുക്ക് ചെക്കൻ. സി, ഈ കണ്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് ഒട്ടും റെലവൻ്റ് അല്ലാതെ തോന്നും. ചിലർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളത് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടും. ഞാൻ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനും സ്നേഹിയും ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, ഇല്ല നമ്മൾ തമ്മിൽ ഇനി ശരിയാവില്ല. കാരണം ഒരാൾ വേറൊരാളുടെ പേഴ്സണൽ ലൈഫിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് ഒട്ടും ഹെൽത്തി അല്ലാതെ ബാക്കിയുള്ളവർക്കും കൂടി ഉപദ്രവമായി, സ്വയം നമുക്കൊരു ഉപദ്രവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും? വളരെ മെച്യൂറായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും. ഇനി അവസാനിപ്പിച്ച് പോകുന്ന വഴിക്ക് എനിക്കൊരു പുതിയ റിലേഷൻ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനും തുടങ്ങും, അവൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവളും തുടങ്ങും. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അല്ലാതെ പേഴ്സണൽ ലൈഫിൽ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഉള്ള ഹറാസ്മെൻറ്റ് മൊത്തം ഫേസ് ചെയ്ത്, ഇല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാതെ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തി ചളിവാരി എറിഞ്ഞ് അടിച്ചും കുത്തിയും തല്ലിയും ഒരാളെ ഇല്ലാതാക്കുന്നു, ഒരാൾ സ്വയം ഇല്ലാതാവുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, ഞാനതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെയാണ് ഈ ഗ്ലാമി ഗംഗയുടെ കല്യാണം അനൗൺസ് ചെയ്ത സമയത്ത് ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഓൾറെഡി കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ആളാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഓക്കെ, അവരാദ്യം അത് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പയ്യൻ ഗ്ലാമി ഗംഗയുടെ പ്രീവിയസ് കുറച്ച് വീഡിയോസിനകത്തുള്ളത് കുറച്ച് പേരൊക്കെ പഴയ വീഡിയോസ് കുത്തിപ്പൊക്കുന്നു. ഇവരുടെ തന്നെ ഒരു Q&A സെഷനകത്ത് ആ പയ്യൻ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളതാണെന്ന് പറഞ്ഞത് വീഡിയോസൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ മുതുക്ക് ചെക്കനെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. കമൻറ്റ് ബോക്സ് ഞാൻ കുറച്ചുകൂടെ വയ്ക്കാം. അത് ഗ്ലാമി ഗംഗ നമുക്ക് അറിയുന്ന പോലെ അവരുടെ പേഴ്സണൽ ലൈഫ്, ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ഇഷ്യൂസ്, അവരുടെ അച്ഛൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പലതരത്തിലുള്ള കമ്പാരിസൺ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയാൻ തുടങ്ങി. അത് നമുക്ക് ഗ്ലാമി ഗംഗയുടെ വീഡിയോയിലേക്ക് പോകാം. ഭയങ്കര സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കര സന്തോഷം. എനിക്ക് ഒബ്വിയസ്ലി എനിക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളെ കല്യാണം കഴിക്കണേക്കാളും എന്നെ അറിയാന്നുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, എന്നെ അറിയാന്നുള്ളത്. അതേപോലെ പക്ഷെ ഇപ്പൊ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് അറിയാം അവനെ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പക്ഷെ എനിക്കത് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അതായത് ഈ പുള്ളിക്കാരൻ വെച്ചാൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷേ വലിയ മതില് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പറയില്ല, ഒരു ജഡ്ജ് ചെയ്യാത്തൊരു ഫ്രണ്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും, അത് കണക്ക് ഭയങ്കര സേഫ് ആണ്. നമ്മളിപ്പോൾ പുള്ളിക്ക് നമുക്ക് എന്തും പറയാം, നമുക്ക് ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഫീൽ ചെയ്യണത് ഇങ്ങനെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരാള് ലൈഫിൽ വന്ന പോലെ. ഭയങ്കര ഈ മതില്, ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പുറമെ ഒരു ദുഃഖമില്ല. സീരിയസ്ലി എനിക്ക് എന്നെ പോലെയാണ് തോന്നിയത്. ഉള്ളിൽ ഇഷ്ടം പോലെ പ്രശ്നം വിഷമുണ്ടെങ്കിൽ പുള്ളി പുറമേ ഇങ്ങനെ മറ്റേ ബഹളമൊക്കെ വെച്ച് നടക്കും. പക്ഷേ എനിക്കിങ്ങനെ എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഇൻഡ്യൂഷനാണ്. എനിക്ക് നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരിങ്ങനെ നടന്ന് പെട്ടെന്ന് ഒരു മുഖമൊക്കെ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഏടാ ഞാൻ ചോദിക്കും, എന്താ പറ്റിയടാ? ഒന്നുമില്ലടി. കണ്ണീര് വന്നാലോ പറയും ഒന്നുമില്ലടി. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി കരയണേക്ക് കുഴപ്പമില്ലല്ലോ. എൻ്റെ പ്രാർത്ഥനയിലുള്ള ഒരു മനുഷ്യരായിരുന്നു ഞാനിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര പ്യുവർ സോളാണ്. അപ്പം എപ്പോഴെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടണേ, അവ ആഗ്രഹിച്ച പോലെ. ഞാൻ പണ്ട് പറയുമെന്ന്, ഭയങ്കര അൺഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറയുന്നു, അപ്പോൾ നീ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് നിൽക്കരുത്, നിനക്ക് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓർമ്മ അത് എന്തോന്ന് സമയമാകുമ്പം ജീവിക്കണമെന്ന് തോന്നുമ്പോ അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഓർമ്മയില്ലല്ലേ? ഓർമ്മ ഉണ്ടാ? അതായത് ഒരു സമയമാകുമ്പം നിന്റെ ലൈഫിൽ സൂപ്പർ ആവും. ഒരു ടൈമിൽ ഇന്ന് നിനക്ക് വിഷമാണെങ്കിലും ഒരു ടൈം നിന്റെ ലൈഫ് അപ്പാടെ മാറും. നീ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം വരും. അന്ന് ആ ടൈമിൽ നിന്റെ ഹെൽത്ത് നിനക്കതൊരു ഇതായിട്ട് വരരുത് എന്നൊക്കെ ഞാൻ ആ സമയത്ത് പറയുന്നിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ നീ അടിപൊളിയായിട്ട് ജീവിക്കും, നീ ആരെക്കാളും അടിപൊളിയായിട്ട് ജീവിക്കും, നീ ഡിസേർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര മോട്ടിവേഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ ഓർമ്മ ഉണ്ടോ നിനക്ക് നല്ലൊരു പെൺകൊച്ച് പറ, ഞാൻ പറയുന്നത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നേ അൺഇൻസ്റ്റാൾ ആയി പോവുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു വെർഷനായിട്ട് മാറി. ഒന്നില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ആവുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആവുക, അത്രയേ ഉള്ളൂ ലൈഫ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇവരുടെ സംസാരത്തിൽ, അതും എസ്പെഷ്യലി ഗ്ലാമിയുടെ സംസാരത്തിൽ
ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജ് എന്നുള്ള തോട്ട് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ബോണ്ട് ഭയങ്കര അടിപൊളിയാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇന്ന് മനസ്സിലായത്. ഇതിപ്പോൾ ഈ പയ്യൻ്റെ സെക്കൻഡ് മാരേജ് ആണ്, ഗ്ലാമിയുടെ ഫസ്റ്റ് മാരേജ്, എന്തിനാ ആ രീതിയിൽ എടുക്കാൻ നിൽക്കണമെന്ന് എനിക്കറിയില്ല. വ്യൂവർഷിപ്പ് ഓൾറെഡി ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഡെയിലി വ്ളോഗ് ചെയ്യുന്ന, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന, അപ്പോൾ ഗ്ലാമിയുടെ ഒരു ബ്യൂട്ടി വ്ളോഗ് ടൈപ്പ് സാധനമാണ്, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അവരവരുടെ ഡേ ടു ഡേ ലൈഫ് ഹാപ്പനിങ്സ് ഒക്കെ കാണിക്കാറുണ്ട്, ട്രിപ്പുകൾ കാണിക്കാറുണ്ട്, അങ്ങനെ പോകുന്നൊരു ചാനലാണ്. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറയാം. ഒരു ബേർഡനാണ് എന്ത് നടക്കുന്നു ലൈഫിൽ എന്നുള്ളത് കംപ്ലീറ്റ്ലി വ്യൂവർഷിപ്പിനോട് ഷെയർ ചെയ്യുക എന്നുള്ളത്. സോ ഓബിയസ്ലി കല്യാണം വരുന്ന സമയത്ത് ഗ്ലാമിയോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം എപ്പോൾ കല്യാണം എന്നായിരിക്കും. ഗ്ലാമി ഒരു ഇടയ്ക്കൊക്കെ കല്യാണം ഇല്ല, അല്ലെങ്കിൽ ഗ്ലാമിൻ്റെ പറഞ്ഞിട്ടുണ്ട് വ്ളോഗിനിടയിൽ കല്യാണം അല്ല, എനിക്ക് കുട്ടിയെ ദത്തെടുക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ലൈഫിലൊരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒപ്പം ഒരാൾ വേണം എന്നൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാമി അവിടെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് മാരേജുള്ള ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്റ്റ്. എനിക്കെന്ത് മനസ്സിലായത്? മ്യൂച്വൽ റെസ്പെക്റ്റ്. പിന്നെ ഒരാൾ വേറൊരാൾക്ക് ഭയങ്കര കമ്പാനിയൻ ആവണം. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കണം നമ്മൾ ലൈഫിൽ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ അച്ഛനായതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു കൂടുതലോ കുറവോ, നോ. ആ പേഴ്സൺ എങ്ങനെയാണ്, ആ പേഴ്സൺ നമ്മളോട് എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. എങ്ങനെയാണ് പ്രസൻ്റ്ലി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഭാവിയിൽ എങ്ങനെയാവാം ആളുകൾ, നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഞാനും സ്നേഹിയും പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. പ്രസൻ്റ്ലി വി ആർ കംപ്ലീറ്റ്ലി ഓക്കെ, വി ആർ കംപ്ലീറ്റ്ലി ഫൈൻ. ഇനിയിപ്പോൾ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്കുള്ളൊരു കോമ്പാക്ടിബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്താണ്, നമ്മൾ ഓക്കെയാണ്. നമ്മളെന്തും സർവൈവ് ചെയ്യും, നമ്മളെന്തും എന്ത് ടാക്കിളും നമ്മൾ ടാക്കിൾ ചെയ്ത് പോകും, എന്തും ചാടിക്കടന്ന് പോകും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റേ നമുക്ക് വെക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം മനുഷ്യന്മാർ. ഇനിയിപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സെക്കൻഡ് മാരേജ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാൻ പാടില്ലേ? ഗ്ലാമി ഗംഗയ്ക്ക് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് ഈ വ്യക്തിയെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടില്ലേ? ഫസ്റ്റ് ആദ്യമായിട്ട് മാരേജ് ചെയ്യാൻ പോകുന്ന ആണോ പെണ്ണോ സെക്കൻഡ് മാരേജുള്ള ഒരാളെ ഓപ്ഷനായിട്ട് എടുക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല എന്താണ് ഇവിടുത്തെ വ്യൂവർഷിപ്പിൻ്റെയും കമൻറ്റ് ബോക്സിൻ്റെയും പ്രശ്നം എന്നുള്ളത്. അതോ ഇനി വാണ്ടഡ്ലി എനിക്ക് അതും തോന്നിയിട്ടോ, ഇവരെ ആരൊക്കെയോ വാണ്ടഡ്ലി ടാർഗറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിനകത്ത് കുറേ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കി ഇവരുടെ ഈ പയ്യൻ്റെ, എസ്പെഷ്യലി പയ്യൻ്റെ പാസ്റ്റോ, അല്ലെങ്കിൽ അവർ പോലും അറിയാത്ത അവരുടെ ഒരു സ്റ്റോറി ലൈൻ, ഈ പയ്യന് ഇങ്ങനെയൊക്കെയാണ്, ഇവൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോനകത്ത് ഇവരവരുടെ ലവ് സ്റ്റോറി റിവീൽ ചെയ്ത വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഓബിയസ്ലി നമ്മളറിയാത്ത, ഇപ്പോൾ എൻ്റെ വ്യൂവർഷിപ്പിലുള്ള മോസ്റ്റ് മെജോറിറ്റിക്കും ഈ വീഡിയോയിലൂടെ കണ്ട എന്നെ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സും നാട്ടുകാരും ഉള്ള കുറച്ച് പേരെങ്കിലും ഈ വ്യൂവർഷിപ്പിനകത്തും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനകത്തും കാണുമല്ലോ. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ല, ചിലപ്പോൾ വ്യൂവർഷിപ്പിനകത്ത് കാണും. അങ്ങനെയുള്ള ചില ആളുകൾ എന്ത് ചെയ്യുന്നു അറിയോ? ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി കുരു കൊട്ടും. നേരിട്ട് വന്ന് പറയാനോ നേരിട്ട് കാണിക്കാനോ ഉള്ള ചങ്കൂറ്റൊന്നും കാണൂല. എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പഴപ്പുകേട് പറയണമെന്നുണ്ടെങ്കിൽ നേരെ വന്ന് കമൻറ്റ് ബോക്സിൽ കുറച്ച് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കമൻറ്റ് ഇടും. അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എപ്പോഴും എന്താ പറയുന്നത് എൻ്റെ വ്യൂവർഷിപ്പിനോട്, ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി എല്ലാത്തിൻ്റെ ഒരു അവസാനമല്ല, ഒരു തുടക്കമായിട്ട് നിങ്ങൾ കാണണം. ഡിവോഴ്സ് എന്താ വിഷയം? എന്താ മനുഷ്യനാണ്, കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തി തല്ലിപ്പിഴിഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് വേറൊരാളെ കൊന്നു മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അല്ലേ? വേറൊരു ചാൻസ് അല്ലേ? അടുത്തൊരു ചാൻസ് കിട്ടില്ലേ മനുഷ്യന്? ഒന്ന് ബെറ്റർ ആക്കി അടുത്ത ചാൻസ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ഈ സാധനം എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ്. ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് യുവർ റിലേഷൻ, ബ്രേക്ക് ചെയ്ത് അടുത്ത ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എടുത്തോ. ഇല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണം, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. ഇത് ഇങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഡിവോഴ്സിയാണ് വലിയ പ്രശ്നമാണ്. പിന്നെ മോനെ അത് നമ്മൾ ഏത് ഏജിലാണെങ്കിൽ എന്താ പറ്റില്ലേ, നിർത്തുക, ഡിവോഴ്സ് എടുക്കുക. ഇനി ആ ഡിവോഴ്സ് എടുത്ത ഒരാൾക്ക് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരത് ടേക്കപ്പ് ചെയ്യുക. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗ്ലാമി ചെയ്തത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഗ്ലാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായാലും ഡിവോഴ്സ് ചെയ്യണോ അല്ലെന്ന് നോക്കിയിട്ടില്ല. ആ ഗ്ലാമിയുടെ സിറ്റുവേഷനും അയാളുടെ സിറ്റുവേഷനും, ഗ്ലാമിയുടെ പേഴ്സണൽ ചോയ്സുകളും അയാളുടെ പേഴ്സണൽ ചോയ്സുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവുന്നു, ഒന്നൊരാൾക്ക് കമ്പാനിയൻ ആവുന്നു. ടേക്ക് ഇറ്റ്. ഇതെന്താ പറയുക, വ്യൂവർഷിപ്പിന് എന്താണെങ്കിലും ഒരു കൺസേൺ കാണും. കാരണം വ്യൂവേഴ്സ് കാണുന്ന ആളുകൾക്ക് ഗ്ലാമിക്ക് ഇനിയിപ്പോൾ ഇവൻ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാം, അല്ലെങ്കിൽ അഡ്വൈസുകൾ വരാം, അങ്ങനെ പലതും വരാം.
പിന്നെ ഇവരുടെ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു ബാഗേജാണ് ഇത് കൊണ്ടുവന്നത് പറയുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ അതിനുപരി ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറുന്ന ഇൻട്രൂഡ് ചെയ്യുന്ന ഈ ഫേക്ക് പ്രൊഫൈൽസ് ഡെഫിനറ്റ്ലി ഞാൻ പറയാലോ ഒക്കെ ഇവരുടെ ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തെറ്റിപ്പോയവരോ കൂട്ടക്കാരോ കുടുംബക്കാരോ നാട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞു ഒരു ലൈക്ക് വൈഫും കുഞ്ഞുള്ള ഒരാളല്ലേ, അങ്ങനെ ചെയ്യാമോ? ഗംഗ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഞാൻ ഇങ്ങനെ പല ഇതുണ്ടായതുകൊണ്ട് ഗംഗ അതിലൊരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്. സോ ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ ചാനലിൽ ഇന്നേ വരെ നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ കാര്യംസും പേഴ്സണൽ പ്രോബ്ലംസും ഞാൻ എടുത്തു വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് പാസ്റ്റ് ലൈഫ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്താണ്, ഹായ് ഗൈസ് ദിസ് ഈസ് വിഷ്ണു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, പുള്ളി മുമ്പ് മാരീഡ് ആയിരുന്നു, ഇപ്പം ഡിവോഴ്സ് അവളെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ റിയാക്ഷൻ ചെയ്യണ ഒരാളും അല്ല. ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഡിക്റ്റേറ്റീവ് അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇയാളുടെ മുറിവിൽ ആസിഡ് കോരി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുറിവുകളിൽ മരുന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇതെന്തുകൊണ്ട് പറയാത്തതെന്ന് വെച്ചാൽ പാസ്റ്റിലെ കാര്യം എടുത്തിടേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർ ജീവിച്ചോട്ടെ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ലിവ് ദ മൊമെന്റ്സ് ആണ്. കഴിഞ്ഞു ഇപ്പം ജീവിക്കുക എന്നാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഭൂമിയിലല്ലേ, ഞാൻ ആരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള കമന്റ് ഞാൻ കണ്ടു. എവിടെന്നെങ്കിലും ഒരു വാലും കേട്ടോണ്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞോണ്ടായിരുന്നു. സത്യം. അപ്പൊ ഞങ്ങൾക്ക് എന്തുവാണ് ഇത് ജിത്തു ജോസഫിനെ വെല്ലുന്നവരെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാ ഞാൻ ഇപ്പോഴാണ് സത്യം ടിസ്റ്റുള്ള സ്റ്റോറികൾ. ദയവ് ചെയ്ത് നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് 5 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കണ അക്കൗണ്ട് സത്യം 30 മിനിറ്റിന് മുന്നേ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്ന് വരെ കമന്റുകൾ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. എനിക്ക് ഈ അക്കൗണ്ട് ഇടുന്ന ആരാന്നൊക്കെ അറിയാം, എനിക്കറിയാം. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേണ്ട, നിങ്ങൾ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുക. ഡുവൽ ഫേസ് ഇല്ലേ, ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അങ്ങനെ നിന്ന് കാലുകൾ അത് നമ്മൾ പറയില്ലേ, ഒരു വള്ളത്തിൽ ഒരു കാലും ഒരു മറ്റു വള്ളത്തിൽ ഒരു കാലും കീറിപ്പോയ ആൾക്കാരില്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഈ കമ്പനികൾ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇത് ഭയങ്കര റിയാലിറ്റിയാണ്, ചിലർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വിചാരിച്ചു, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്. ഇപ്പോൾ കല്യാണം ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ സ്നേഹം, ഇഷ്ടം, പ്രണയം, പ്യാർ, കാതൽ, ലവ് ഒക്കെ ആണെന്നൊക്കെ വിചാരിച്ചോ. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികൾ എന്തെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ ബ്രേക്കായി. ഓബിയസ്ലി നമ്മളെ പാച്ചപ്പ് ആക്കാൻ നമ്മുടെ ഫ്രണ്ട്സ്, ചുറ്റുപാടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലുമൊക്കെ ഇടപെടുന്ന കൂട്ടത്തിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കൂട്ടത്ത് നമ്മളൊപ്പം നിൽക്കാൻ, ഇപ്പം ഞാനും വേറൊരാളും തമ്മിലാണ് ബ്രേക്ക് ആവുന്നത്, എൻ്റെ കൂട്ടത്തിൽ വെക്കാൻ കുറച്ച് ആൾക്കാർ, അപ്പുറത്തെ ഓപ്പോസിറ്റ് വെക്കുന്ന ആളുടെ കൂട്ടത്തിൽ വെക്കാൻ കുറച്ച് ആൾക്കാർ, നമ്മുടെ ശരികൾ പറയാൻ അപ്പുറത്തെ ശരികൾ പറയാൻ കുറേ ആൾക്കാർ, നമ്മളെ തെറ്റുകൾ പറയാൻ അപ്പുറത്തെ തെറ്റുകൾ പറയാൻ ആൾക്കാർ. അങ്ങനെയൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, ഒരു റോട്ടിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചവനും ഇടി കിട്ടിയവൻ്റെ ഒക്കെ ഭാഗം പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആൾക്കാർ നമ്മൾ റോട്ടിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആളുകൾ ചേരി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ, പല കഥകൾ, പല നെറേറ്റീവ്സ്, പല രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഇവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഈ പയ്യൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഈ പയ്യന് മാത്രം അറിയുന്നത്. ഇതെവിടെയും സോഷ്യൽ മീഡിയ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഗ്ലാമിയുടെ കേസ് നമുക്ക് പിന്നെ അറിയാം. ഗ്ലാമിനെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ ഗ്ലാമിയുടെ ഒരു വ്യൂവർ ബേസിന്, ഈ സംഗതി സബ്സ്ക്രൈബർ ബേസിന് ഇതറിയാം എന്തൊക്കെയാണ് ഗ്ലാമിയുടെ ലൈഫിൽ നടന്നത്. പക്ഷേ ചെക്കൻ്റെ ലൈഫിൽ ഒരു കാര്യം അറിയില്ല. പയ്യൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഫേക്ക് കമൻസ് ഫ്രം ദ ഫേക്ക് പ്രൊഫൈൽസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഈ പറഞ്ഞ ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസൊക്കെ ഇവരെ ക്ലോസ് ആയിട്ട് അറിയുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യുന്ന കുറേ എണ്ണം നമ്മളെ ചുറ്റുപാടിലും ഉണ്ട്. ഇത് ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ അനുഭവിച്ച പ്രശ്നമാണ്. നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാൻ ശേഷം പാടാന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഇനി നമ്മൾ നന്നാവുന്ന സമയത്ത്, മനസ്സിലായോ, എല്ലാ ടൈമിലും നമ്മളെ ചുറ്റിപ്പറ്റി എന്ത് നടന്നാലും അവർക്ക് അവരുടെ മുഖവും അവരുടെ ശബ്ദമായിട്ട് അവർക്ക് മുന്നിൽ വന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പിന്നിന്ന് കുത്തണം. ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ടാൽ തിരിച്ച് നിൽക്കും വേണം, അപ്പുറത്ത് കൂടി നമ്മൾ പോകുമ്പോൾ വേറൊരാളെ അടുത്ത് നമ്മളുടെ പുഴുപ്പുകൾ പറയും വേണം. ഇങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട്. ഇങ്ങനത്തെ നാറികൾ എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വന്നാലും നമ്മളെക്കുറിച്ച് പഴപ്പുകേട് പറയും, ചീത്ത കാര്യം വന്നാൽ കുറച്ചത് കൂട്ടിപ്പറയും. എന്നിട്ട് നമ്മളെ കാണുക ഇങ്ങനെ ഇരിക്കും. ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ട് പറയും. ഇതുവരെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവരുടെ ഇപ്പോൾ ഇത് റിവീൽ ചെയ്തപ്പോൾ ഇതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഫേക്ക് പ്രൊഫൈൽസ് എനിക്ക് ഉറപ്പാണ് ഇതുവരെ പേഴ്സണലി നന്നായിട്ട് അറിയുന്ന, ഇവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയുന്ന കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ?
അവരായിരിക്കും ഈ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പല നറേറ്റീവ്സും ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുന്നത്. ഇത് അവരുടെ അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് 1-2 വിഷയങ്ങൾ എങ്ങനെ മനസ്സിലാകാറ്. ഇപ്പോൾ ഞാൻ BB പോയ സമയത്ത് അതിഭീകരമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതി വിട്ട കുറേ പ്രൊഫൈലുകളുണ്ട്. അവരുടെ റൈറ്റിംഗ് പാറ്റേൺ ഏറെക്കുറെ അവർ സംസാരിക്കുന്ന പാറ്റേണുമായിട്ട് ഭയങ്കര സിമിലർ ആയിരിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ച് ആലോചിച്ച് എൻ്റെ മൈൻഡിൽ വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇവരെന്തൊക്കെ പറഞ്ഞെന്നുള്ളതൊക്കെ നോക്കി നിന്നപ്പോൾ 1-2 പേരെ എനിക്ക് എൻ്റെ ജിമ്മിൽ തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ലൈഫിൽ നിന്ന് അത് കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്ലാമിയും ഈ രണ്ടാമത് ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. എത്ര ഫേക്ക് നിട്ടതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ മുന്നിൽ ചിരിച്ച് കാണിച്ചാലും നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് ഏറെക്കുറെ ആളെ പിടുത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ അത് ഗ്ലാമിക് ഇവിടെ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിൽ ഈ പയ്യൻ്റെ പേഴ്സണൽ ലൈഫിൽ അവനൊരു കല്യാണം കഴിച്ചു, ആ കല്യാണത്തിൽ നിന്ന് അവർ രണ്ടുപേരും മ്യൂച്വലി മാറി, ആ ലേഡി വേറെ കല്യാണം കഴിച്ചു, കുട്ടിയുടെ കാര്യത്തിൽ അവർ തീരുമാനം ഉണ്ടാക്കി, എല്ലാം സോർട്ടഡാണ് അവർക്ക് ഇനി വിഷയങ്ങളില്ല അവർ തമ്മിൽ. പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അയ്യോ ഗ്ലാമിക് അങ്ങ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് കല്യാണം കഴിക്കുന്നതിന് ഒരു ഡൈവോഴ്സായ വേറെ ആദ്യം കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ഒരാളെയാണോ എന്ന് ചിന്തിക്കുന്നിടത്താണ് സൊസൈറ്റി സത്യത്തിൽ തോറ്റു പോണത്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിഷയം എന്താ പറയുക, ആർക്കും ഒന്നും ഒരു ഓപ്ഷൻ കിട്ടാതെയാവും ലൈഫിൽ. എല്ലാവരും സഫർ ചെയ്യേണ്ട രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. വിഷമവും സങ്കടവും ഡിപ്രഷനും മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയ്ക്ക് നാളെ നമ്മളെ മക്കളും മാറും. ഈ നമ്മളെ കൂട്ടക്കാരിലും കുടുംബക്കാരിലും നമ്മൾ കാണേണ്ട ആൾക്കാർ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കും. പേടിച്ച് സൊസൈറ്റിനെ പേടിച്ചും ചോദ്യങ്ങൾ പേടിച്ചിട്ടും വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ഇങ്ങനെ ഇരുന്ന് പോകും. ചിലപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മളെ പാരൻസ് ആരെങ്കിലും ഒക്കെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ മക്കളെ നോക്കുന്നത്, അല്ലെങ്കിൽ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ മക്കളെ നോക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒറ്റത്തടിയായിട്ട് ഇങ്ങോട്ട് മക്കളെ സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ചൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അത് മോസ്റ്റ് മെജോറിറ്റി ആൾക്കാരും പേടിച്ചിട്ടായിരിക്കും വേറൊരു ഓപ്ഷൻ എടുക്കാൻ. കാരണം ഇനി അവരെന്ത് പറയും, ഇവരെന്ത് പറയും, മക്കളോട് ഇവരെന്ത് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുമുണ്ട്. നമ്മുടെ മോളുടെ കാര്യത്തിൽ നമ്മൾ നല്ല പോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യം എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ പറയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണത് തന്നെ. കാരണം ഞാൻ വേറൊരു ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ. കാരണം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നു, അവർ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. അപ്പോഴും ഞാൻ എന്തായിരുന്നാലും സത്യമല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് കുഞ്ഞിൻ്റെ ഫോട്ടോ റിമൂവ് ചെയ്തതെന്ന്. കാരണം റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ആൾക്കാരുടെയും തംബ്നെയിലായിട്ട് കാണേണ്ടി വരുമായിരുന്നു. നുണ പറയാനോ ചീത്ത പറയാനോ ചീത്ത വിളിക്കാനോ ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി വേയിൽ അവർ പിരിഞ്ഞു പോയി. ആ ഹെൽത്തി വേയിൽ പിരിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞും ഓക്കെ ആയിരിക്കും, ഓക്കെ ആണ്. സോ അത് കുഞ്ഞിൻ്റെ കാര്യം അവർ രണ്ടുപേരുടെ നോക്കാനുള്ളതാണ്. അതിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ പ്രൈവസിയിലാണ്. ഞാനായാലും എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നിന്നാൽ മതി. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, ഞാൻ ഇത്ര വയസ്സിൽ 26ാമത്തെ വയസ്സിൽ 27ാമത്തെ വയസ്സിൽ ഞാൻ ചെറിയമ്മയെന്ന്. എനിക്ക് ഒരു പ്രശ്നമില്ല. ചെറിയമ്മ ആയിക്കോട്ടെ വലിയമ്മ ആയിക്കോട്ടെ, ഇൻ കേസ് കുഞ്ഞ് എൻ്റെ കൂടെ നമ്മളെ കൂടെ നിന്ന അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മുടെ വീഡിയോസിൽ കാണിക്കില്ലായിരുന്നു. എല്ലാവർക്കും കൂടെ ഇങ്ങനെ പിച്ച് ചീന്താനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറാനുള്ള ഒരു ഞാൻ വക ഉണ്ടാക്കില്ലായിരുന്നു. എൻ്റെ മോള് വളർന്ന് വലുതാകുമ്പോൾ സമയത്ത് ഞാൻ ചോദിക്കും, നിനക്ക് ഓക്കെ ആണോ എന്ന്, വീഡിയോയിൽ വരാനൊക്കെ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കുന്ന ടൈമിൽ ഓക്കെ അന്ന് വന്നോട്ടെ, അങ്ങനെ ഇൻ കേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേനെ ഞാൻ. എനിക്കില്ലാത്ത പ്രശ്നം വേറൊരു ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും വേണ്ട. എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ ഞങ്ങൾക്കോ ഇല്ലാത്ത പ്രശ്നം വേറെ ഒരാൾക്ക് വേണ്ട. ഓക്കെ, ഇത്രയല്ലേ ഉള്ളു പറയാൻ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇതുപോലും അറിയാതെയാണ് പല അപവാദങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പം പുള്ളിക്കാരൻ ഇന്റർവ്യൂസിലൊന്നും പുള്ളിക്കാരിയുടെ നെയിം മെൻഷൻ ചെയ്ത് പോകാത്ത സെപ്പറേറ്റ് ആയി നിന്നോണ്ടാണ്, ഒരു തീരുമാനം എടുത്തോണ്ടാണ് നമ്മൾ പിരിയാൻ പോകണം എന്നുള്ള തീരുമാനം എടുത്തോണ്ടാണ് അവർ പറയുന്നത്. ഞാൻ പുള്ളിക്കാരിയുടെ പേര് ഒന്നിലും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു ഇന്റർവ്യൂസിൽ. അത് കൊടുക്കുന്ന ആ പ്രൈവസിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. അതങ്ങനെയാണല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കുഞ്ഞിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല.
അവരൊരു ജീവിതം ജീവിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്. അവർ സന്തോഷമായിട്ട് ടച്ച്വുഡ് അവരെന്ന് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. വളരെ മെച്ചുവറായിട്ട് എടുത്ത തീരുമാനങ്ങൾ. ഹാറ്റ്സ് ഓഫ്. കാരണം ഒന്ന് കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തത് നന്നായി. ഇനിയിപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയാലും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ ഈ കാലത്ത്. കാരണം AI വെച്ചിട്ട് എത്രയോ ഫോട്ടോ വീഡിയോ ഉണ്ടാക്കും. മനസ്സിലായോ? ഇത് തംബ്നെയിലിടുന്ന ആൾക്കാർ വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലിടുക എങ്ങനെ അറിയോ? ഗ്ലാമികങ്ങയുടെ ഒരു ഫോട്ടോ വയ്ക്കും, ഈ പയ്യൻ്റെ വയ്ക്കും, എന്നിട്ട് AI ജനറേറ്റ് ചെയ്തൊരു കുട്ടീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ കുട്ടി ഇവരെ നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു തംബ്നെയിലൊക്കെ ഇട്ട് കളയും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി തംബ്നെയിലുകളൊക്കെ പറയുന്ന അത്രയും. ഇപ്പോൾ എനിക്കടക്കം പേഴ്സണലി അറിയുന്നവരോട് ഞാൻ പലവട്ടം പറയാറുണ്ട്, ഇവിടെ ചെയ്യല്ലേ, മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലും ഇട്ടിട്ട് എന്തിനാണ് കളിക്കുന്നത്? നോർമലി എന്താ വിഷയം അതിനെക്കുറിച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ വെച്ചാൽ തന്നെ, ഓർ എൽസ് യു കീപ് യുവർ ഫേസ് ലൈക്ക് എക്സൈറ്റഡ്, ഡൾ, ആംഗ്രി. നിങ്ങൾ അങ്ങനെ വെച്ചോ. അത് ചുമ്മാ ഇത് അതിനകത്ത് കുറേ എണ്ണം AI കുത്തിക്കയറ്റി അതിന്ന് കുറേ ട്രാക്ഷൻ കൊണ്ടുവന്ന് ക്രെഡിബിലിറ്റി പോവും. അതാണ് ഒന്നാമത്തെ വിഷയം. പിന്നെ ഇവർ ഈ പറഞ്ഞ വലിയൊരു കാര്യം, കുട്ടിയെ ഒരിക്കലും കൊണ്ടുവരില്ല. അങ്ങനെ കുട്ടിയെ കൊണ്ടുവരില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ഏറ്റവും നല്ല കാര്യം അതാണ്. ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒക്കേഷണലി വന്നു പോകണമൊക്കെ ഫൈനാണ്. പക്ഷേ A to Z കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് അനുഭവിക്കുന്ന പോലെ അനുഭവിക്കേണ്ടി വരും. കുട്ടിക്ക് എന്ത് കൊടുക്കണം, കുട്ടി എപ്പോൾ കിടന്നുറങ്ങണം, കുട്ടിക്ക് എന്ത് ചെയ്യണം. ആ കുട്ടിക്ക് കുറേ അച്ഛനമ്മമാരാ. മനസ്സിലായില്ലേ? അതുപോലെയാണ് കുറേ ഗാർഡിയൻസാണ് ആയിപ്പോവും സോഷ്യൽ മീഡിയ. അങ്ങനത്തെ സാധനമൊന്നും കൊണ്ടുവരാതെ വളരെ ഓക്കെ ആയി ഇവരുടെ കുട്ടിയെ അവരുടെ പ്രൈവസി, കുട്ടിയുടെ പ്രൈവസിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ ഈ ഫോട്ടോ എടുത്ത് മാറ്റിയതൊക്കെ വളരെ നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ വേറൊരു ബന്ധത്തിൽ മുന്നോട്ട് പോയ ഒരാളെ പിന്നെയും ട്രാഗ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, ഇവരെ പാടായി. ഇവരുടെ ലവ് സ്റ്റോറി എന്തോ എഡിറ്ററായിട്ട് ഈ പയ്യൻ ലൈഫിലേക്ക് വന്നു, ഓൾറെഡി അറിയുന്ന ഒരാളായിരുന്നു. ആ പയ്യൻ കുറച്ച് സ്ട്രഗ്ലിങ് ഫേസിൽ വന്നപ്പോഴാണ് പൈസയും കൂടിയും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗ്ലാമീൻ്റെ ഒപ്പം അങ്ങനെ കൂടിയതാണ്. പിന്നെ അതൊരു ബന്ധത്തിലേക്ക് മാറി. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അവിടെ എവിടെയും ഗ്ലാമി അയ്യോ ഇതൊരു കുട്ടിയുടെ അച്ഛനാണോ അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്ന ഒരാളോ എന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. ഗ്ലാമിയുടെ ഏറ്റവും എന്താ പറയുക, ഒരു നല്ല കമ്പാനിയനായിട്ട് ഒരാളിരിക്കുന്ന ഗ്ലാമിക്ക് തോന്നി. അയാളുടെ ഏറ്റവും ഡിപ്രസ്ഡ് ഫേസിൽ നല്ല സ്പേസ് തരുന്ന, നല്ല റെസ്പെക്റ്റ് തരുന്ന, അയാളെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളെ കിട്ടിയതിന് സന്തോഷം അയാൾക്കും. അത് അവർ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തു. ഷെയർ ചെയ്യണോ വേണ്ടെന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഇങ്ങനത്തെ ഒരു നീഷിലിരിക്കുന്ന സമയത്ത് അവർ ഷെയർ ചെയ്തേ പറ്റൂ. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു വ്യൂവർഷിപ്പിൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഏർണിങ്സ് റവന്യൂ വരും. പിന്നെ ആ നീഷ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് വന്നിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യം ഇവിടെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ നീഷ് അതല്ല. ഞാൻ റിയാക്ഷൻ ചാനലാണ്. എനിക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുമ്പോൾ പറയുന്നത് എടുത്ത് വെച്ച് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫ് ഇവിടെ എക്സ്പോസ് ചെയ്ത് തരേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ വരുന്നത് അതല്ല. അപ്പോൾ അവർ ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതി തന്നെയാണ്. ഡിവോഴ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ലൈഫ് ദ എൻഡ് അല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല. അയാൾക്ക് വേറെ ലൈഫ് കിട്ടും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് വേറെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടിയാൽ അവർ പോകണം. പോകാതിരിക്കരുത്. പോകണം തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ പോകുന്നത് കൊണ്ട് അവർക്ക് ബെനിഫിറ്റേ ഉള്ളൂ. പിന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല 100% നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്യുന്നുള്ളത്. മാക്സിമം ട്രൈ ചെയ്യുക. ഒരു 75-80% നമ്മളൊക്കെ ഓക്കെ ആവുന്ന വ്യക്തികളെ പരസ്പരം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഓക്കെയാണ്. മനസ്സിലായോ? പിന്നെ എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കാണും. അതൊരു 10% 20%. അല്ലാതെ കംപ്ലീറ്റ്ലി 90% അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ചത്ത് പുഴുങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ കമൻറ്റ് ബോക്സ് പോയിട്ട് ഗ്ലാമിയോട് നിനക്ക് ഇവനേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നവരോട് അവർ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ എന്തിനു ചോദിക്കാൻ പോകണം? പിന്നെ ഈ ഒപ്പം നിന്ന് ഈ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്ക് തന്നെ ഇട്ട് കമൻറ്റ് ചെയ്ത് രാവിലെ നമ്മളെ കാണിച്ച് ഇളിച്ച് കാട്ടുന്ന കൂട്ടക്കാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടൊക്കെ ഒന്നും പറയാനില്ല. തന്തയില്ലായ്മയുടെ പീക്കാണ് അതൊക്കെ കാണിക്കുന്നത്. അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ അങ്ങനെ ഉണ്ടാവും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഡിവോഴ്സ്, സെക്കൻഡ് മാരേജ് ഇതൊന്നും ഒരു മോശപ്പെട്ട കാര്യം, വൃത്തികെട്ട കാര്യമായിട്ട് കാണാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഫ്രം നൗ ഓൺ സൊസൈറ്റിയിൽ ഇതുപോലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളുടെ ലൈഫ് അവർ വന്ന് പറയുമ്പോൾ അതിലെ പോസിറ്റീവ്സ് എടുക്കുക. നെഗറ്റീവ്സ് നിങ്ങൾ തള്ളിക്കളാം, പോസിറ്റീവ്സ് നിങ്ങൾ എടുക്കുക. ഈ പോസിറ്റീവ്സ് എടുക്കാൻ എന്താ അത്ര വലിയ പാടെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നെഗറ്റീവ് ഓൾവേസ് സെർച്ച് ലൈക്ക് ഹെൽ. അങ്ങനെ പോവും. ഓക്കെ.